ചേർത്തല ഇന്നർവീൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല ഗേൾസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിന ബോധവൽക്കരണ ദിനം ആചരിച്ചു. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ചേർത്തല ഇന്നർവീൽ ക്ലബ്ബ് ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിന ബോധവൽക്കരണം സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന സന്ദേശവുമായാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ആചരിച്ചത്. വിഷയത്തിൽ കുട്ടികളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും കുട്ടികൾക്ക് നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് കൃഷി ചെയ്യുന്നതിനായി ഫലവൃക്ഷങ്ങളായ പേര, ചാമ്പ, സീതപ്പഴം, ജാതി തുടങ്ങിയ മരങ്ങളും നൽകി. ചേർത്തല ഇന്നർവീൽ ക്ലബ്ബ് പ്രസിഡന്റ് ദേവിപ്രഭ, രഞ്ജിത്ത്, സെക്രട്ടറി ബ്രിജി PS, അനു കണ്ണനുണ്ണി, ഓമന ജോസഫ്, ലിസി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. നമസ്കാരം. 2025 ജൂൺ 5 ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ചേർത്തല ഇന്നർവീൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ നമ്മുടെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് അവയറിംഗ് ക്യാമ്പയിൻസ് കുട്ടികളുമായി നടത്തുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അവർക്ക് ഭാവിയിലും ഉപകാരപ്പെടുന്ന കുഞ്ഞുമക്കളെ വലുതായി വരുമ്പോഴും ഭാവിയിലും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ചെടികളും നമുക്ക് വയ്ക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം വെറുതെ നമ്മൾ ഒരു ദിവസം മരം വയ്ക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ നമുക്ക് അങ്ങോളം ആവോളം കുട്ടികൾക്ക് മരങ്ങൾ വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയും മരങ്ങൾ ഇല്ലാതായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയുമൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുക. ഒരിക്കലും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് പ്രായോഗികമായി സാധ്യമല്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കെ തന്നെ നമുക്ക് എവിടെയൊക്കെ പ്ലാസ്റ്റിക് കുറയ്ക്കാം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപഭോഗം അല്ലെങ്കിൽ ഉപയോഗം കുറയ്ക്കാം എന്നതിനെക്കുറിച്ചും നമ്മളുടെ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഇതൊക്കെ തന്നെയാണ് നമ്മൾക്ക് ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് മരങ്ങളുടെ നശീകരണം തടയാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇന്നത്തെ വരും തലമുറകളായിട്ടുള്ള കുഞ്ഞു കുട്ടികൾക്ക് ആ അറിവുകൾ പകർന്നു നൽകാൻ ഇന്നർവീൽ ക്ലബിൽ നിന്നും ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷം.